ഹായ് മക്കളെ, ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു മീൻ കറിയാണ്. അതിനായിട്ട് ഞാൻ മീൻ വെട്ടി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഞാനൊരു ജാറിൻ്റെ അകത്ത് തേങ്ങ, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പച്ചമുളക്, കറിവേപ്പില, ചുമന്നുള്ളി ഇതെല്ലാം ചേർത്ത് ജാറിൽ എടുത്തതിന് ശേഷം ഞാൻ അരച്ച് വെച്ചിരിക്കുകയാണ്. കാരണം കറണ്ട് എപ്പോഴാണ് പോകുന്നതെന്ന് അറിയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ എല്ലാ സാധനങ്ങളും ചേർത്ത് അരച്ച് വെച്ചു. ഇനി കറിയിൽ ചേർക്കാനുള്ള കഷ്ണങ്ങളാണ് ഇത്, ഇൻഗ്രീഡിയൻസ് ആണിത്. അതായത് ഇഞ്ചി, വെളുത്തുള്ളി എടുത്ത് കറിയിൽ ചേർക്കാനുള്ളതാണ്. മറ്റേ ഞാൻ ജാറിൽ കാണിച്ചത് കറണ്ട് പോകുന്നതിന് മുമ്പ്. വടക്കം പുളി അല്ലെ കുടംപുളി കഴുകി വൃത്തിയാക്കി ഞാൻ കുതിർക്കാൻ വെച്ചിരിക്കുകയാണ്. ഒരു തക്കാളി ഞാൻ അരിഞ്ഞു വച്ചിട്ടുണ്ട്. ഒരു തക്കാളിയാണ് അരിഞ്ഞു വച്ചിരിക്കുന്നത്. 2-3 പച്ചമുളക് ഞാൻ കീറി വെച്ചിട്ടുണ്ട്. അതിന് വറയിടാനായിട്ട് 1 സ്പൂൺ ഉലുവ, കൊച്ചുള്ളി, വറമുളക്, പിന്നെ ആവശ്യമായ സ്പൈസസ് എല്ലാം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. മറ്റേതിൽ കുറച്ച് വീതേ ചേർത്തിട്ടുള്ളൂ. ഇനി വേണമെന്നുണ്ടെങ്കിൽ അഡീഷണൽ ചേർക്കാൻ. അങ്ങനെ ഇന്നത്തെ കറിക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. കണ്ടല്ലോ, മീൻ മുതൽ എല്ലാ സാധനങ്ങളും ഞാൻ കാണിക്കുന്നുണ്ട്. ജാറിൽ ഞാൻ അരച്ച് വെച്ചത് കറണ്ട് പോകാതിരിക്കാൻ ഞാൻ ഗ്യാസ് കത്തിച്ചു, ചട്ടി അടപ്പത്ത് വെച്ചു. അപ്പം ചട്ടിക്കുട്ടനൊന്ന് ചൂടാകട്ടെ. ചട്ടിക്കുട്ടൻ ചൂടാകുന്നതിന് സമയം പുളി എടുക്കും. നന്നായി ചൂടാകട്ടെ. അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു. കണ്ടോ, വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. ചട്ടിക്കുട്ടൻ ചൂടായി, വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ ഏകദേശം ചൂടായി വരുന്നുണ്ട്. അതിനെ ഒന്ന് ചട്ടിയിലോട്ട് പിടിപ്പിച്ച് കൊടുക്കുകയാണ് മൊത്തത്തിൽ. കാര്യം അരപ്പൊന്നും അടിക്കാൻ നേരം പിടിക്കത്തില്ല. അങ്ങനെ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ എണ്ണമയം ഉണ്ടു എങ്കിൽ അരപ്പൊന്നും കറച്ചട്ടിയിൽ കയറി പിടിച്ച് കറക്കത്തില്ല. അതിനാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. കണ്ടല്ലോ, നന്നായി ചൂടാകട്ടെ. എണ്ണ ചൂടായി വരട്ടെ. അതിലേക്ക് നമ്മൾ ഉലുവയാണ്. ഉലുവ ഇടുന്നുണ്ട്. ഉലുവ എന്താണെന്നറിയാമോ? കൂടുതലെടുക്കുന്നത് കറി പൂക്കത്തില്ല, കേടാകത്തില്ല. അതിലേക്ക് കൊച്ചുള്ളി, വറമുളക് എല്ലാം കൂടെ ചേർത്ത് നമ്മളിങ്ങനെ ഇളക്കിയാണ്. ആ വെളിച്ചെണ്ണയ്ക്കകത്താണ് ഉലുവ, കൊച്ചുള്ളി, വറമുളക്. ഇവിടെ നമ്മൾ ആദ്യം ചെയ്യുന്ന, അവസാനമല്ല വറയിടുന്നത്, ആദ്യമാണ് കടുക് വറക്കുന്നത്. കണ്ടല്ലോ, ഇതിൽ നമ്മളിങ്ങനെ മൂത്ത് വരികയാണ്. നന്നായി മൂത്ത് വരുന്നുണ്ട്. പെയിൽ യെല്ലോ കളറായി. ഇതിലേക്ക് നമ്മൾ അത്യാവശ്യം ഇഞ്ചി, വെളുത്തുള്ളി അതിനെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിനെയും കൂടി ഇട്ട് കൊടുക്കാം. ഈ മൂത്ത് വന്ന മൂത്തയിലോട്ട് ഇഞ്ചി, വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ജാറിൻ്റെ അകത്ത് ഞാൻ മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയും എരിവുള്ള മുളക് പൊടിയും, അതിന് ഇച്ചിരി എരിവുള്ള മുളക് പൊടിയാണ് മറ്റേതിൽ കൊടുത്തേക്കുന്നത്. കാശ്മീരി മുളക് പൊടി എടുത്തില്ലായിരുന്നു. അപ്പോൾ നമുക്കന്നേരം അഡീഷണലായിട്ട് നമുക്ക് ഇതിലോട്ട് ഇച്ചിരി കാശ്മീരി മുളക് പൊടി പിന്നെ കൊടുക്കാം. അതിന് മുമ്പേ തന്നെ 2 പച്ചമുളക് കൊടുക്കുന്നുണ്ട്. അരിഞ്ഞു വെച്ച പച്ചമുളകിനെ കൊടുക്കുന്നുണ്ട്. കണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കാശ്മീരി മുളക് പൊടി നമുക്കൊരു 2-2.5 സ്പൂൺ കൊടുക്കാം. 2 സ്പൂൺ ഞാൻ കൊടുത്തു. അപ്പോൾ മറ്റേ എരിവെള്ളം മുളക് പൊടിയാണ് അരപ്പിലിട്ടേക്കുന്നത്. അതിനോടൊപ്പം ഞാൻ തിളപ്പിച്ച വെള്ളത്തിൽ തിളപ്പിച്ച് വെച്ചിരുന്ന കുടംപുളിയും വെള്ളവും കൂടെ ചരിച്ചൊഴിച്ച് കൊടുത്തു. എല്ലാം കൂടെ അതിലൊന്ന് വരട്ടെ. ആ മുളക് പൊടി ഒന്ന് ആ എണ്ണയ്ക്കകത്തൊന്ന് മൂത്ത് ആ പുളിയെല്ലാം കൂടെ ചേർന്ന് ആ ഉലുവായും വറമുളകിൻ്റെ മണവും കൊച്ചുള്ളിയുടെ മണവും ഇഞ്ചി, വെളുത്തുള്ളി എല്ലാവരും കൂടെ ചേർന്ന് ഒന്ന് യോജിച്ച് വരട്ടെ. ഫ്ലെയിം വളരെ ചെറുതാക്കി വെച്ചിരിക്കുകയാണ്. ചട്ടിയുടെ ചൂടാണ്. ഫ്ലെയിം വളരെ ചെറുതാക്കി വെച്ചിരിക്കുകയാണ്. അതങ്ങനെ നന്നായിട്ട് ഇങ്ങനെ മൂത്ത് വരുന്ന കണ്ട എന്തരോമ. അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഒഴിച്ചു കൊടുക്കുന്നു. ഒഴിക്കാനല്ല, അരപ്പ് കട്ടയായിട്ടിരിക്കുകയാണ്. അതിലോട്ട് ചേർത്ത് കൊടുക്കുന്നു. ഇനി ആ അരപ്പിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞല്ലോ 2-3-4 ചുവന്നുള്ളിയുണ്ട്, ഇച്ചിരി ഇഞ്ചിയുണ്ട്, പച്ചമുളകുണ്ട്, എരിവുള്ള ഇച്ചിരി മുളകുണ്ട്. എല്ലാം കൂടെ ചേർത്ത് നമ്മൾ ഇതിലോട്ടൊന്ന് വഴറ്റിയാണ്. മല്ലിപ്പൊടിയുണ്ട്, മഞ്ഞൾപ്പൊടിയുണ്ട്. എല്ലാവരെയും കൂടെ ചേർത്ത് നമ്മളൊന്ന് വഴറ്റി ആ അരപ്പൊന്ന് നന്നായി മൂത്ത് വേവട്ടെ. വെള്ളമില്ലാതെ ഒന്ന് മൂത്ത് വേവട്ടെ. കണ്ടല്ലോ. എന്നിട്ട് നമ്മൾ തിളപ്പിച്ചാറിയ വെള്ളം ജാറ് കഴുകി ഒഴിക്കുന്നു. ജാറിൽ അരപ്പ് പറ്റിയിരിപ്പുണ്ടായിരുന്നല്ലോ.
തിളപ്പിച്ച വെള്ളമാണ്. കൈ ചൂടോടുകൂടി അതിലൊഴിച്ച് അതും കൂടെ ചേർത്ത് കൊടുത്തു. നന്നായിട്ട് എന്നിട്ട് നമ്മൾ ഇളക്കി കൊടുക്കുക. കണ്ടോ, ആവശ്യത്തിനുള്ള ഗ്രേവി ആയിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കണ്ടോ, ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ കൊടുക്കുക. ഒത്തിരി ഉപ്പ് ഇവിടെ വേണ്ട, കുറച്ച് ഉപ്പ് മതി. കറിക്കാകെ ഇത്ര ഉപ്പിൻ്റെ ആവശ്യമേ ഉള്ളൂ. ആ ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നു. കറിയും ഒത്തിരി വെള്ളം പോലെ ആക്കിയിട്ടില്ല, അരപ്പ് കൂടുതലുണ്ട്. അതാണ് ഇവിടുത്തെ ഹൈലൈറ്റ്. നമ്മൾ ഇച്ചിരി കട്ടിക്കാണ്. എന്നിട്ട് അതിലോട്ട് നമ്മൾ എന്താ ചേർക്കാൻ പോകുന്നത്? അതുണ്ട്, തക്കാളി അങ്ങ് ഇങ്ങോട്ട് നമ്മൾ പറക്കി വെതറി കൊടുക്കുന്നു. തക്കാളി ഇനി നമ്മൾ ചേർക്കേണ്ട മീൻ ഇതാണ്. അതവിടെ ഇരിക്കട്ടെ. ഈ മീനാണ് ചേർക്കേണ്ടത്. നമുക്കൊന്ന് അടച്ച് വെച്ച് ഇതൊന്ന് തിളച്ച് വേവട്ടെ. അതായത് മലയാളത്തിൽ പറഞ്ഞാൽ അരപ്പൊന്ന് വേവട്ടെ. അരപ്പ് മാത്രം കൊച്ചു തീയിലൊന്ന് തിളച്ച് വേവട്ടെ. കണ്ടോ, വേവുന്ന കണ്ടോ? ആ കുടംപുളിയുടെ പുളി ഇറങ്ങണം, തക്കാളിയുടെ പുളി ഇറങ്ങണം, ഉപ്പും പുളിയും മുളകും എരിവും എല്ലാം കൂടെ സമൂലം ചേർന്ന് തിളച്ച് വറ്റി പിടിക്കുകയാണ്. കണ്ടല്ലോ. ഇനി നമ്മൾ തിളച്ച് കഴിയുമ്പോൾ നമ്മൾ അടപ്പിയട്ടി അങ്ങ് മാറ്റുക. കാര്യം ആവിയിൽ നിന്നുള്ള വെള്ളം അതിൽ വീഴരുത്, കറി വളിച്ചു പോകും. അടപ്പെട്ടി നമ്മളങ്ങ് മാറ്റുന്നുണ്ട്. നന്നായിട്ട് തിളയ്ക്കുക. സൈഡിലുള്ള അരപ്പിനെ നമ്മളൊരു സ്പൂൺ വെച്ച് പിടിച്ച് സെൻറ്ററിലോട്ട് കൊണ്ടുവരിക. നല്ല തേങ്ങയുടെ അരപ്പും അതിൻ്റെ ഗുണങ്ങളും എല്ലാം അങ്ങ് അരിവിന് പോയിരിക്കും. നല്ല തിളച്ച് പറ്റിയതിനകത്തോട്ട് നമ്മളിതാ ഫിഷ് കഴുകി വൃത്തിയാക്കി വെച്ച കരിമീനും 2 കരിമീനും ഒരു ചെറിയ ചെമ്പല്ലിയുമായിരുന്നു. അപ്പോൾ 2 കരിമീനും ചെറിയ ചെമ്പല്ലിയും അതിനെയാണ് നമ്മൾ വൃത്തിയാക്കിയതാ അങ്ങ് ഇങ്ങോട്ട് പയ്യെ ഉടയാതെ വെച്ച് കൊടുത്തു. ഇനി നമ്മൾ കണ്ടോ, ആർക്കും ഒരു കോട്ടം തട്ടാത്ത രീതിയിൽ വിസ്തൃതമായി അങ്ങും ഇങ്ങോട്ട് നിക്ഷേപിച്ചു. അരപ്പിച്ചിരി കോരി അവരെ ഒന്ന് ഒതുക്കി കൊടുത്തു. അല്ല മൊത്തത്തിലിട്ട് കറക്കണ്ട, ആ മീൻ ഇരിക്കുന്ന പാകം ഒന്ന് അനക്കി കൊടുത്താൽ മതി. കണ്ടല്ലോ. എന്നിട്ട് കണ്ടോ, കറി തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു മീഡിയം ഫ്ലെയിമിലോട്ട് നമ്മൾ മാറ്റിയിരിക്കുകയാണ്. മീനൊക്കെ ഒന്ന് നന്നായിട്ട് തിളയ്ക്കാൻ വേണ്ടി നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ സ്ലിമ്മിലിടാം, അതല്ല മീഡിയത്തിലിടാം. അത് മീഡിയത്തിലിടുന്നതിനെക്കാട്ടി നല്ല സ്ലിമ്മിലിട്ട് പയ്യെ പറ്റിച്ചെടുക്കുന്നതാണ് നല്ലത്. സ്ലിമ്മിലാണ് ഇട്ടേക്കുന്നത്. സ്ലിമ്മിലിട്ട് പയ്യെ അടപ്പെട്ടി വെച്ച്, അപ്പോൾ വലുതായിട്ട് ആവി വരുന്നില്ല, എന്നാൽ അത് തിളയ്ക്കുകയും വേവുകയും ചെയ്തുകൊണ്ട് സിമ്മിലാണ് ഇട്ടേക്കുന്നത്. സ്ലിമ്മിലിട്ട് കറി നന്നായി വേവട്ടെ. ഏകദേശം ഒരു 5-6 മിനിറ്റ് അങ്ങനെ തന്നെ വെന്ത് വറ്റട്ടെ. വെന്ത് വറ്റി കറി മാറ്റി. കാരണം കരിമീന് വലിയ വേവില്ല, ചെമ്പല്ലിക്കും വലിയ വേവില്ല. അടപ്പ് അങ്ങ് മാറ്റി. തിളച്ചാവി വന്നപ്പോൾ നമ്മൾ അടപ്പിൽ ആവി നിൽക്കുമ്പോൾ ഉടനെ നമ്മളത് മാറ്റിക്കണം. ആവി വെള്ളം അതിൽ വീഴരുത്. കണ്ടല്ലോ, കറി വൃത്തിയായി നല്ല കണ്ടോ, രസകരമായ കറി ഉണ്ടാക്കി. അതിന് ഞാൻ ഉപ്പുമാവായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയത്. അതിൽ ഞാൻ ഉപ്പുമാവിൽ മോന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റായിട്ട് കൊടുക്കുകയാണ്. പുട്ടിന്, ഉപ്പുമാവിന്, അപ്പത്തിന് ഒക്കെ ഇതേപോലെ മീൻകറി ചേർത്ത് മക്കൾക്ക് ഉണ്ടാക്കി മക്കൾക്ക് കൊടുക്കാമെങ്കിൽ നല്ലതാണ്. നിങ്ങളും നിങ്ങളുടെ മക്കൾക്ക് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അഭിപ്രായങ്ങൾ പറയുക. കണ്ടോ, കറിക്കൊന്നുമില്ലേ എന്നൊന്നും പറഞ്ഞ് വിഷമിക്കേണ്ട. ഇതേപോലെ മീൻ മേടിച്ച് കറി വെച്ച് ബ്രേക്ക്ഫാസ്റ്റിനൊപ്പവും നമുക്ക് കഴിക്കാം, ഉച്ചയൂണിനൊപ്പവും കഴിക്കാം. എന്ത് പറയുന്നു? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഇതേപോലെ മീൻ കിട്ടുമ്പോൾ ഞാൻ ഈ വെച്ച കണക്ക് നിങ്ങളൊന്ന് വെച്ച് നോക്കിയട്ടെ. നല്ല സൂപ്പറാണ് കറി. മീൻ കറി കൂട്ടാത്ത എല്ലാവരും ഇത് കൂട്ടും, സന്തോഷം പറയും. അവരെല്ലാവരും ഇത് കൂട്ടിയതിന് ശേഷം ഉമ്മ തരും. വീണ്ടും വരുവോളോ. ബൈ മക്കളെ, ബൈ.